22കാരൻ അമർ ഇലാഹിയുടെ ജീവൻ കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഞെട്ടലും രോഷവും വിട്ടുമാറിയിട്ടില്ല ഇടുക്കി മുള്ളരിങ്ങാട് നിവാസികൾക്ക്. ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തണമെന്നും ഫെൻസിംഗ് തീർക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ധനസഹായം എങ്ങനെ പരിഹാരമാകുമെന്നാണ് അമർ ഇലാഹിയുടെ കുടുംബം ഉൾപ്പെടെ കാട്ടാന ആക്രമണത്തിൽ ഇരകളായവരുടെ എല്ലാം ചോദ്യം. സമരം സൂചന മാത്രം, സമരം സൂചന മാത്രം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇടുക്കിയിൽ മാത്രം 7 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഏറ്റവും ഒടുവിലത്തേതാണ് മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയുടെ മരണം. കാട്ടാനക്കലിയിൽ ഇനിയും എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടുമെന്നതാണ് അവശേഷിക്കുന്ന ചോദ്യവും. പശുവിനെ അഴിച്ചുകെട്ടാൻ പോയ 22കാരൻ അമർ ഇലാഹിയുടെ ചേതനയേറ്റ ശരീരമാണ് വീട്ടുമുറ്റത്തെത്തിയത്. കാട്ടാന കലി തീർത്തതാണ്. ഈ കണ്ണീരിന് ആർക്കാണ് മറുപടി നൽകാനാവുക? ധനസഹായം എങ്ങനെയാണ് ആശ്വാസമാകുക? അമർ ഇലാഹിയുടെ കുടുംബത്തിന്റെ മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ ഒന്നാകെ ചോദിക്കുന്നതാണ്. വനം വകുപ്പിന് മറുപടിയില്ല. ഒന്നെങ്കിൽ ഞങ്ങളെല്ലാവരെയും 4 വാർഡുള്ളൂ ഇത് 4 വാർഡിലെ ജനങ്ങളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നു കളഞ്ഞിട്ട് വനാക്കുക, അല്ലെങ്കിൽ വല്ല ഫെൻസിങ് ഇട്ട് തരുമോ? ഈ ആനയ്ക്ക് ഇവിടെ വനമില്ല ഏട്ടാ, ഈ പെരിയാറിൻ്റെ അപ്പുറമല്ലേ വനമുള്ളൂ. ഇനി ഭയങ്കര ആക്രമണമായിരിക്കും, വേനലായില്ലേ. ഇനി വെള്ളം കുടിക്കാൻ വാട്ടർ ടാങ്ക് ഒട്ടിപ്പൊട്ടിക്കുക, വാഴ ഇന്നുക, ഇതൊക്കെയാണ് പരിപാടി. നിസ്സഹായതയുടെ പരകോടിയിൽ നിന്നുള്ള പ്രതികരണമാണിത്. സർക്കാരാകട്ടെ പതിവ് നടപടിക്രമങ്ങൾ പിന്തുടർന്നു. വനം മന്ത്രി AK ശശീന്ദ്രൻ അന്വേഷണം പ്രഖ്യാപിച്ചു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 4 ലക്ഷം രൂപ അമർ ഇലാഹിയുടെ കുടുംബത്തിന് കൈമാറി. ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കാമെന്ന ഉറപ്പ് നൽകി മടങ്ങി. ഈ ഒരു പ്രദേശത്തെ സുരക്ഷമായ വേലികൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും. ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടും ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചു. ഇതോടെ സർക്കാരിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി അടുത്തയാൾ കൊല്ലപ്പെടുമ്പോൾ മറ്റൊരു ന്യായവുമായി വരും. വനനിയമങ്ങൾക്ക് വേണ്ടി ഇതുപോലെ വാശി പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഭാഗമായി വരുന്ന ആർട്ടിക്കിൾ നിർവഹിക്കാൻ തയ്യാറാകാത്തത്? നിയമങ്ങൾ മൃഗങ്ങൾക്കും അല്ലെങ്കിൽ വനത്തിനുമുള്ളതുപോലെ തന്നെ അതിനേക്കാളും ശക്തമായ നിയമങ്ങൾ മനുഷ്യജീവൻ സംരക്ഷിക്കാനുള്ളതാണ്. അതാണ് ലംഘിക്കപ്പെട്ടത്. അത് ചെയ്തവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഈ സർക്കാർ തയ്യാറാകും. LDFും UDFും NDAയും വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു. ജനവാസ മേഖലയിലുള്ള ആനകളെ കാട്ടിലേക്ക് തുരത്തണമെന്നാവശ്യപ്പെട്ട് ചുള്ളിക്കണ്ടം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ സമിതി മാർച്ച് നടത്തി. കഴിഞ്ഞ 4 വർഷമായി 3 കാട്ടാനകളാണ് മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. 10 ലക്ഷമാണോ ഒരു മനുഷ്യജീവന്റെ വില? അത് കൊടുത്താൽ എല്ലാം പരിഹരിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണേണ്ടത് വനം വകുപ്പ് തന്നെയാണ്. അതിനുള്ള നടപടി അടിയന്തരമായി മുള്ളരിങ്ങാട്ടും സ്വീകരിക്കുക. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ നമ്മളോട് പ്രതികരിച്ച ആ നാട്ടുകാരിൽ ഒരാൾ പറയുന്നത്, ഇത് 4 വാർഡേ ഉള്ളൂ, ഈ വാർഡിലുള്ള ആളുകളെ നിരത്തി നിർത്തി വെടിവെച്ചിട്ട് ഇത് കാടാക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നം എത്ര സങ്കീർണമാണ്, എത്ര ഗുരുതരമാണ്. വേനൽക്കാലമാണ് വരുന്നത്. ഇനി പെരിയാറ് കടന്ന് ഈ സ്ഥലത്തേക്ക് ജനവാസ മേഖലയിലേക്ക് ആനകളെത്തും, അവരുടെ കൃഷി നശിപ്പിക്കും, അവരുടെ കുടിവെള്ള സംഭരണികൾ പോലും തകർക്കും എന്നവർ പറയുകയാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് എന്ന് പരിഹാരമാകും, എങ്ങനെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പ്രദേശവാസികൾ ചോദിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ കാണാം. ഇപ്പോൾ ഒരാൾ മരിച്ചു, ഒരു 10 ലക്ഷം രൂപ കൊടുത്തു, ഇടപാട് തീർത്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു ജീവന് 10 ലക്ഷം രൂപ ഒരു സർക്കാർ കാണുള്ളൂ. ഇതൊന്നും നമുക്ക് ശാശ്വതമായി അറിയില്ല. ഇതിപ്പോൾ ഞങ്ങളിനി നിയമം കയ്യിലെടുക്കാൻ പോവാം. നിയമം ഞങ്ങൾ കയ്യിലെടുക്കും, സർക്കാരില്ല. അപ്പം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ. പക്ഷേ അത് ശാശ്വതമായ പരിഹാരം ഫെൻസിങ് കൊണ്ടൊന്നും ഇവിടെയൊന്നും നിലനിൽക്കില്ല. കാരണം വർഷമായി കഴിയുമ്പോൾ ഈ പള്ള കയറി ഫെൻസിങ് ഒന്ന് കട്ടായി പോകും. ട്രഞ്ച് കാത്തുക എന്നുള്ളൊരു ശാശ്വത ഇവിടെ ജനം വളരെ പൊറുതിമുട്ടി. ഒരു 3 വർഷമായിട്ട് പൊറുതിമുട്ടി. ആൾക്കാർ ജീവന് ഭയങ്കര ഭീഷണിയായിട്ട് മനുഷ്യൻ കഴിഞ്ഞു കൂടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ആനനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാണ്. അല്ലെങ്കിൽ ആന ഇവിടുന്ന് കയറി പോയേനെ. കാരണം ഈ പുഴ നീന്തി കയറി വന്നതാണെങ്കിൽ ആന അതുപോലെ തന്നെ ഇറങ്ങിപ്പോയേനെ.
ഇത് പോയിട്ടില്ല ആന. ഇന്ന് പോകാൻ പറ്റണില്ല. ഇവരൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടതായ നിയമങ്ങൾ നിർമ്മിച്ച് വന്യമൃഗങ്ങളെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള നിയമം, അത് ഈ വനപാലകർ ആ നിയമത്തെ മിസ്യൂസ് ചെയ്യാത്ത രീതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായിട്ടൊരു നിയമം നിർമ്മിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇനി രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.